കൂപ്പുകരങ്ങളോടെ ദിവികാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ടേ ആ കർത്താവിനെ ജീവിതം ആ കർത്താവിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട്, വരാനേ നിന്റെ സ്നേഹം കൊണ്ട് എന്നെ പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കാണാം. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, തിന്മയായിട്ടുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ. നന്മ മാത്രം ഈശോ നമുക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന സ്വർഗത്തിന്റെ നന്മകൾ മാത്രം നമ്മളിൽ സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചുരുക്കുന്ന അവന്റെ കെണികളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും ശത്രുവിന്റെ സകല സ്വാധീന വലയങ്ങളിൽ നിന്നും നമ്മൾ പൊതിഞ്ഞു പിടിക്കണമേ. പ്രാർത്ഥിക്കേ, പൊതിഞ്ഞു പിടിക്കാൻ. കർത്താവേ, ഇന്നോളം ഞങ്ങൾ വീണുപോയിട്ടുള്ള ജീവിതത്തിന്റെ മേഖലകളുണ്ട്. എത്രയോ വട്ടം എവിടെയൊക്കെ ആരുടെയൊക്കെ മുമ്പിൽ എവിടെയൊക്കെ വെച്ച് ദൈവമേ ഞങ്ങൾ പാപത്തിന് ഞങ്ങളെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ കൈകാലുകൾ ഒക്കെ പാപത്തിലേക്ക് ചലിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. ഇന്ന് നമ്മുടെ ബുദ്ധി പാപത്താൽ ബന്ധിക്കപ്പെട്ടല്ല കിടക്കുന്നത്. അതുകൊണ്ട് എന്താ, നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന് ബുദ്ധി പോരാ, ദൈവിക ജ്ഞാനം വേണം. ബുദ്ധിയിൽ കെട്ടപ്പെട്ട് കിടക്കുന്നത് കൊണ്ട്, ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചത് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണില്ലല്ലോ, ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റണില്ലല്ലോ. പ്രാർത്ഥിക്കുക, കർത്താവേ പിശാചിന്റെ വഞ്ചനകളിൽ നിന്നും സാത്താന്റെ കെണികളിൽ നിന്നും എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. ഹവ്വാ എന്നെ വചനം പറയുന്ന പോലെ സർപ്പ ഹവ്വായെ ചതിച്ചതുപോലെ മക്കളെ നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിന്റെ ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞില്ലേ? നമ്മുടെ ചിന്തകള്, നമ്മുടെ ഹൃദയം, മനോഭാവങ്ങള്, വ്യക്തിബന്ധങ്ങള്, സഹോദര സ്നേഹബന്ധങ്ങള്, ദാമ്പത്യ ബന്ധങ്ങള്, ഇവിടെയൊക്കെ തിന്മയ്ക്ക് പ്രവർത്തിക്കാം. അതിശക്തമായ രീതിയിൽ പിശാചിന് ഇടപെടാം. അവന്റെ വഞ്ചനകള് നമ്മുടെ ജീവിതത്തിൽ വരാം. അതുകൊണ്ടാണല്ലോ പൗലോസിലെ എഫെസൂസർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നിങ്ങൾ സാത്താന് അവസരം കൊടുക്കരുത്, കൊടുക്കരുത് എന്നാണ്. ഡോണ്ട് ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സൈറ്റൻ. പിശാചിന് അവസരം കൊടുക്കരുത്. മുതലാക്കുന്നവനവൻ. നിന്റെ ബലഹീനതകളെ ബലഹീനതകളിൽ നിന്നെ എങ്ങനെ മുതലെടുക്കാമെന്നാണ് പിശാച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളൊക്കെ പിശാചിനറിയാം. അവൻ നമ്മുടെ ബലഹീനതകളിൽ മുതലെടുക്കും. ഒരു പാപത്തോടുള്ള ബലഹീനതയുണ്ടോ, അതിലേക്ക് തന്നെ നിന്നെ നിരന്തരം അവൻ ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ കിട്ടിയിടുന്നില്ല. പ്രാർത്ഥിക്കുക, ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ നീ പൊതിഞ്ഞു പിടിക്കണമേ, കുടുംബത്തെ പൊതിയണമേ. ഏതെല്ലാം വിഷയങ്ങൾ, നിന്റെ ബുദ്ധി, നിന്റെ ചിന്ത, നിന്റെ ആലോചന, നിന്റെ ഓർമ്മശക്തി, ഇതെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാൻ പ്രാർത്ഥിക്കുക. ആ തിരുരക്തത്തിന്റെ സംരക്ഷണം തരാൻ പ്രാർത്ഥിക്കുക. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ ജോലി മേഖലകൾ, നിന്റെ വരുമാന മാർഗങ്ങൾ, നിന്റെ കൃഷിയിടങ്ങൾ, നിന്റെ ഭവനാങ്ങൾ എല്ലാവരെയും പൊതിഞ്ഞു പിടിക്കാൻ പറയാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈ ഒരു ദാഹത്തോടെ ഈശോയെ വിളിക്കാവോ, ഒരാഗ്രഹത്തോടെ പ്രാർത്ഥിക്കാവോ. പരിശുദ്ധ അമ്മ തിരുക്കുമാരനെ പൊതിഞ്ഞു പിടിച്ചതുപോലെ തമ്പുരാനെ, ഈജിപ്തിലേക്കുള്ള പലായനത്തില് അമ്മ ആ തിരുക്കുമാരനെ സൂക്ഷിച്ചതുപോലെ തണുപ്പിന്റെയും ആ കാലഘട്ടത്തിന്റെ കാലാവസ്ഥകളുടെയൊക്കെ ഭേദിച്ചുകൊണ്ട് തന്റെ തിരുക്കുമാരനെയും താങ്ങിക്കൊണ്ട് അമ്മ പോയില്ലേ? മൈലുകൾ താണ്ടി മരുഭൂമിയിലൂടെ രാത്രിയുടെ തണുപ്പും പകലിന്റെ ചൂടുമേറ്റ്
തമ്പുരാനെ, ശത്രുവിന്റെ സകല വ്യാപാരങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ബാധ്യസ്ഥം വഹിക്കണം. വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ബാധ്യസ്ഥം വഹിക്കണം. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് യേശുവിൻ്റെ രക്തത്തിൽ നിങ്ങളെ മുദ്ര ചെയ്യേ. കുടുംബങ്ങളൊക്കെ സമർപ്പിക്കുക. ആ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ പറ. ഒരു താഴ്ന്ന സ്വരത്തിൽ ഈശോ സ്തുതിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച മക്കളെ, പാപം നമ്മുടെ മേൽ സ്പർശിക്കാതിരിക്കാൻ യേശുവിൻ്റെ രക്തം നമുക്ക് മുദ്രയിട്ടാൽ മതി. പാപം നമ്മളെ തൊടാതിരിക്കാൻ യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം മതി. ആ സംരക്ഷണം തകരുന്നിടത്താണ് പാപത്തിന് പ്രവേശിക്കാൻ പറ്റൂ. ഇവിടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിതനേ, ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ, ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോഴെൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോഴെന്നുള്ള സ്വർഗമായി തീരും. ക്രൂശിതനേ, ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ, ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ്. തമ്പുരാനെ നമുക്ക് നന്ദി പറയാം. ഹൃദയം കൊണ്ടൊരു നിമിഷം നന്ദി പറയാം. ഇന്നോളം നമ്മളെ പൊതിഞ്ഞു പിടിച്ചതിന്, ഇന്നോളം പാപത്തിൽ വീഴാതെ സൂക്ഷിച്ചതിന്, ഇന്നോളം കരുതലിന്റെ കരങ്ങൾ നമ്മുടെ മേൽ ഉയർന്നു നിന്നതിന് തമ്പുരാനോട് നന്ദി പറയണ്ടേ. എത്രയോ പേര് ഇന്നലകളിൽ പാപത്തിൽ വീണിട്ട് ആ പാപത്തിന്റെ കുറ്റബോധവും പാപത്തിന്റെ ആ ഭയത്തിലൊക്കെ കഴിയുന്ന എത്രയോ മക്കളുണ്ടെന്നറിയാമോ. പക്ഷെ നമ്മളെ തമ്പുരാൻ പൊതിഞ്ഞു പിടിച്ചില്ലേ പാപത്തിൽ വീഴാതെ, പാപത്തിന്റെ സ്പർശനമേൽക്കാതെ. യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത സംരക്ഷണമല്ലേ ഇന്നോളം നമ്മൾ അനുഭവിച്ചത്. നമ്മൾ അറിഞ്ഞില്ലേലും മനസ്സിലാക്കിയില്ലേലും നമ്മുടെ ദൈവം നമ്മളെ സംരക്ഷിച്ചു, നമ്മുടെ ദൈവം നമ്മളെ പരിപാലിച്ചു വഴി നടത്തി. ആ കർത്താവിന് നന്ദി പറയാം. അവന്റെ സ്നേഹത്തിന് ഈ നിമിഷം നമുക്ക് നന്ദി പറയാം. ഈ ആലയത്തെ സമർപ്പിക്കുന്നു, ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. ഈ ആലയത്തിൽ എല്ലാ ശുശ്രൂഷകളെയും നിന്റെ തിരുരക്തം കൊണ്ട് തന്നെ മുദ്ര ചെയ്ത് കർത്താവെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണവും ആശീർവാദവും വേണ്ട വിഷയങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മരണതുല്യമായ രോഗാവസ്ഥകളുടെ നടുവിൽ കടന്ന് വേദനിക്കുന്നവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ.